വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി അതിരൂക്ഷം. അസമിൽ മരണം 45ആയി. അരുണാചൽ പ്രദേശിലും മണിപ്പൂരിലും നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഉത്തരാഖണ്ഡ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലും കനത്ത മഴ തുടരുന്നു. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും അതിശക്തമായ മഴയും മഴക്കെടുതിയും രൂക്ഷമായി തുടരുന്നു. കനത്ത മഴയിൽ ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞതോടെ അസമിൽ പ്രളയം രൂക്ഷമായി. 19 ജില്ലകളിലായി 6 ലക്ഷത്തോളം പേരെയാണ് പ്രളയം ബാധിച്ചത്. കാസിരംഗ ദേശീയോദ്യാനവും കടുവാ സങ്കേതവും മുങ്ങുന്നു. 61 ചെക്ക് പോയിന്റുകൾ മുങ്ങിയതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, സിക്കിം, ബംഗാളിലെ ചില ഭാഗങ്ങളിലും റെഡ് അലർട്ട് തുടരുകയാണ്. അസമിൽ അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം ആളുകൾക്ക് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ വൈകിയതിൽ BJP സർക്കാരിനെതിരെ വിമർശനവും ശക്തമാണ്. മണിപ്പൂരിലും നദികൾ കരകവിഞ്ഞതോടെ പ്രളയ സാഹചര്യം മുന്നിൽ കണ്ട് സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഗുജറാത്തിൽ കനത്ത മഴയിൽ പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷം. ഉത്തരാഖണ്ഡിൽ പലയിടങ്ങളിലും റോഡ് ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. ഹരിദ്വാറിൽ ഗംഗാ നദി കരകവിഞ്ഞ് അപകടനിലയ്ക്ക് മുകളിൽ തുടരുകയാണ്. UP, പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ചണ്ഡീഗഡ്, രാജസ്ഥാനിലെ വടക്കൻ ജില്ലകൾ, മധ്യപ്രദേശിലെ പടിഞ്ഞാറൻ മേഖലകൾ എന്നിവിടങ്ങളിലും വെള്ളപ്പൊക്കം രൂക്ഷം. ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഹരിയാന, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും കനത്ത നാശനഷ്ടമാണ് മഴക്കെടുതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ദില്ലിയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ജൂലൈയിൽ രാജ്യത്ത് സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൈരളി ന്യൂസ്, ദില്ലി.